സദ്യകളിലെ പ്രധാനി ഒഴിച്ചുകൂടാനാവാത്ത നമ്മൾ അവിയലിൻ്റെ റെസിപ്പിയാണെന്ന്. പക്ക അവിയലിൻ്റെ റെസിപ്പി എന്നല്ല, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അതിനുവേണ്ടി ആദ്യം ഇവിടെ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്, നേന്ത്രക്കായാണ് കേട്ടോ. പിന്നെ കിഴങ്ങായിട്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉടഞ്ഞു പോവാത്ത ഏത് പച്ചക്കറി ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, നമ്മൾ മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ ഇല്ലാണ്ട് എന്ത് അവിയൽ അല്ലേ, അപ്പം നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പച്ചക്കറികളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പൂതി വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തർക്ക് കൂടുതലും കുറവായിരിക്കും, അത് നിങ്ങളുടെ ഒരു അളവിന് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ഒരു പാകത്തിന്. കൂടുതലായും പോവേണ്ട, കുറഞ്ഞും പോവേണ്ട, നമ്മളെ മഞ്ഞ കളറ് കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വേവിക്കുക. ഈ ഒരു സമയം ആണ് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, പിന്നെ ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജീരകം തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ സൂക്ഷിക്കുക. ഈ ചെറിയ ജീരകവും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചമ്മന്തി പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്ത് അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികൾ വെന്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായി വെന്തോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്പൂണോ മറ്റോ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെന്തെന്ന് ഉറപ്പായ ശേഷം അതിലേക്ക് കുറച്ച് തൈരാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഒരു ചമ്മന്തി പരുവം ആവാനേ പാടുള്ളൂ, എന്നാൽ തീരെ അരയാണ്ടേ ഇരിക്കരുത്. ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂടടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കണം കുറച്ച് നേരം. ആ ഒരു ആവിയിൽ കിടന്നത് വെന്താലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത് നമ്മൾ ഐറ്റം കുറച്ച് നേരം ആവിയിലൊക്കെ വെച്ച് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിലേക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന നേരമായപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തു. ആവശ്യത്തിന് ചോറും ആവശ്യത്തിൽ കൂടുതൽ അവിയലും പിന്നെ ഒരു കഷ്ണം മീൻ പൊരിച്ചതും. ഇത് മാത്രമാണ് നമ്മളിന്ന് കൂട്ടി കഴിക്കാൻ പോണേ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിലിട്ട നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ അവിയലിൽ നിന്ന് കുറച്ച് അവിയലും എടുത്തിട്ട് നന്നായി ചോറിൽ മിക്സാക്കി കഴിച്ചു നോക്കി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട്